നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ വീഡിയോ അതായത് 6/5/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടാനുള്ള സാധ്യത. കാരണം വിദേശത്ത് വില കൂടുമ്പോൾ ഇവിടെ സ്വാഭാവികമായ വില കൂടും. ഈ റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 252, RSS 5 248, ISN 20 208, ലാറ്റക്സ് 60% ഗ്യാസിൽ 161 രൂപ 70 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 252, RSS 5 248. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ 155, 60% DRC ഒട്ടുപാൽ കിലോ 116 രൂപ 25 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 278 രൂപ 95 പൈസ, RSS 5 278 രൂപ 51 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 241, RSS 5 238. ഇനി നമ്മൾ കർണാടക വില നോക്കാം. കർണാടക വില നോക്കുമ്പോൾ RSS 3 247 50 പൈസ, RSS 4 247, RSS 5 242, ലോട്ട് കിലോ 212. ഒട്ടുപാൽ നോക്കുമ്പോൾ 150 വരെ. ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 254, RSS 5 250, ISN 20 201 മുതൽ 201 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 136 മുതൽ 148 രൂപ. ഈ ഫീൽഡ് ലാറ്റക്സ് 220 രൂപ, ഫാക്ടറി വില 230 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ പാനിന് 10,000 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ പാനിന് 13,200 രൂപ, 35% DRC ഉള്ള 200 ലിറ്റർ പാനിന് 15,400 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,050, ഒരു പവന് 1,12,400. അതുപോലെ 24 ക്യാരറ്റ് 15,328, ഒരു പവന് 1,22,624. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 230 രൂപ, ഒരു പവന് മുകളിൽ 1,840 രൂപയാണ് കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ, കുരുമുളക് ഗാർബിളിൽ കിലോ 718, കുരുമുളക് അൺഗാർബിളിൽ 698, കുരുമുളക് പുതിയത് 688, അടയ്ക്ക പുതിയത് 390, കാഞ്ഞിരക്കുരു 1,880, കയർ ഇഴക്കയർ 10, കരിപ്പട്ടി കയർ 10 മുതൽ 15, കാപ്പിക്കുരു കിൻഡൽ 35,000. എന്തായാലും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള അതിതീവ്രമായ സർവേകളാണ് ഇപ്പോൾ നടക്കുന്നത്. ACC നിരീക്ഷകർ ഓരോ MLAയും കണ്ടും ഘടകകക്ഷികളെ കണ്ടും അഭിപ്രായം ആരാഞ്ഞിരിക്കുകയാണ്. ഓരോ പ്രവർത്തകരും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും KCക്കായും വാദിക്കുകയാണ്. VD സതീശൻ കൊള്ളാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. 102 സീറ്റ് തന്ന ജനങ്ങളോട് പ്രതിബദ്ധത വേണമെന്നും മുസ്ലിം ലീഗ് നേതാവും MLAയുമായ KM ഷാജി. മുഖ്യമന്ത്രിക്കായി പോര് രൂക്ഷിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാവും MLAയുമായ KM ഷാജി. VD സതീശൻ ഉത്തരവാദിത്തം നേരാവണ്ണം വിനിയോഗിച്ചെന്നതിൻ്റെ തെളിവാണ് UDFിൻ്റെ ഈ വലിയ വിജയം. അതായത് 102 MLAമാരുണ്ടായത്. ഇനി അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഒരു തർക്കത്തിനും ലീഗില്ലെന്നും KM ഷാജി വ്യക്തമാക്കി. ഈ ഗംഭീര വിജയത്തിൻ്റെ മറവിൽ ഒരു പുതിയ ഡിമാൻഡും ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്നും ഷാജി പറഞ്ഞു. ലീഗ് ജനങ്ങളുടെ കൂടെ നിന്നപ്പോൾ ജനം ഒന്നിച്ച് ലീഗിൻ്റെ കൂടെ നിന്നുവെന്നും ഷാജി പറയുകയുണ്ടായി. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകും.